സംഘർഷ സാഹചര്യത്തിൽ വിസ കാലാവധി തീർന്ന സൗദിയിൽ കുടുങ്ങിപ്പോയവർക്ക് സന്തോഷ വാർത്ത. വിസ കാലാവധി കഴിഞ്ഞവർക്ക് പിഴയില്ലാതെ നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകി. 2026 ഫെബ്രുവരി 25 മുതൽ വിസ കാലാവധി അവസാനിച്ചവർക്കാണ് ഈ ഇളവുകൾ ബാധകം. പശ്ചിമേഷ്യൻ സംഘർഷം കനത്ത സാഹചര്യത്തിൽ സൗദിക്ക് നേരെയും ഇറാൻ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ. US പിന്തുണയുള്ള സ്ഥാപനങ്ങൾ, എണ്ണ ശുദ്ധീകരണശാലകൾ എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ആക്രമണമുണ്ടായി. ഇതിന് പിന്നാലെ രാജ്യത്തു നിന്നുള്ള വിമാന സർവീസുകളെല്ലാം നിലയ്ക്കുന്നതാണ് കാണുന്നത്. ഇതോടെയാണ് മലയാളികളടക്കമുള്ള പ്രവാസികൾ സൗദി അറേബ്യയിൽ കുടുങ്ങിപ്പോയത്. എന്നാൽ സൗദി അറേബ്യയിൽ കുടുങ്ങിപ്പോയ സന്ദർശക വിസക്കാർക്കും ഉംറ തീർത്ഥാടകർക്കും ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിസ കാലാവധി കഴിഞ്ഞവർക്ക് പിഴയില്ലാതെ നാട്ടിലേക്ക് മടങ്ങാൻ സൗദി ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയിരിക്കുകയാണ്. കൂടാതെ മേഖലയിൽ നടന്നുവരുന്ന സാഹചര്യം പരിഗണിച്ച് ഭരണകൂടം നൽകിയ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു നടപടിയുണ്ടായിരിക്കുന്നത്. 2026 ഫെബ്രുവരി 25 മുതൽ വിസ കാലാവധി അവസാനിച്ചവർക്കാണ് ഈ അളവുകൾ ലഭിക്കുക. ഏപ്രിൽ 18-നകം ഈ ആനുകൂല്യം ഉപയോഗപ്പെടുത്തി മടങ്ങാമെന്നും മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. മേഖലയിലെ അപ്രതീക്ഷിത സാഹചര്യങ്ങൾ കാരണം യാത്ര തടസ്സപ്പെട്ട 10,000-കണക്കിന് വിദേശികൾക്കാണ് സൗദി ഭരണകൂടത്തിന്റെ ഈ പുതിയ തീരുമാനം വലിയ ആശ്വാസം നൽകുന്നത്. കൂടാതെ വിസ കാലാവധി തീർന്നവർ ഏപ്രിൽ 18-നകം സൗദിയിൽ നിന്ന് മടങ്ങിയാൽ മതിയെന്നാണ് ആഭ്യന്തര മന്ത്രാലയം പറയുന്നത്. ഇതുമാത്രമല്ല, ഉംറ വിസ, ട്രാൻസിറ്റ് വിസ, ഫൈനൽ എക്സിറ്റ് ഉള്ളവർ എന്നിവർക്കും ഇതിന്റെ ഗുണം ലഭിക്കും. ഇത്തരക്കാർക്ക് യാതൊരുവിധ പിഴയോ അധിക ഫീസോ നൽകാതെ തന്നെ രാജ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ വഴി മടങ്ങാം. അതായത് ഇതിനായി ഇനി വിസ പുതുക്കേണ്ടതില്ല എന്ന് സാരം. പാസ്പോർട്ട് ഓഫീസുകളിലോ മറ്റ് മന്ത്രാലയങ്ങളിലോ മുൻകൂട്ടി അനുമതി തേടി പോകേണ്ട ആവശ്യവും ഇവിടെ വരുന്നില്ല. വിമാനത്താവളങ്ങളിലെ എമിഗ്രേഷൻ കൗണ്ടറിൽ വെച്ച് തന്നെ നടപടികൾ ലളിതമായി പൂർത്തിയാക്കാനും സാധിക്കും. എന്നാൽ 2026 ഏപ്രിൽ 18-നകം മടങ്ങാൻ സാധിക്കാത്തവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.